തലശ്ശേരി അതിരൂപതയിൽ മിഷണറി സൊസൈറ്റി ഫോർ ദ മാർജിനലൈസ്ഡ് എന്ന പേരിൽ പുതിയ അപ്പസ്തോലിക ജീവിത സമർപ്പണ സമൂഹം സ്ഥാപിതമാകുന്നു. തദവസരത്തിൽ ആരോരുമില്ലാത്ത തെരുവിലെ മക്കൾക്കായി ദിവംഗതനായ ജോർജ് കുറ്റിക്കിലച്ചൻ സ്ഥാപിച്ച ആകാശപ്പറവുകളിലെ അംഗങ്ങളെ അപ്പസ്തോലിക സമർപ്പണ സമൂഹമായി പ്രഖ്യാപിക്കും. ജൂലൈ 30 ചെമ്പേരി ബസിലിക്കയിൽ വച്ചാണ് പ്രഖ്യാപനം നടക്കുക. 33 വർഷം മുമ്പ് കേരളത്തിൽ ആകാശപ്പറവകൾ എന്ന പേരിലൊരു ചാരിറ്റി, പ്രേഷിത ശുശ്രൂഷ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചനാൽ സ്ഥാപിതമായി. അവർ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത് യാചകരെയും മാനസിക വെല്ലുവിളികൾ അനുഭവിക്കുന്ന ആളുകളെയും രോഗികളെയും അങ്ങനെ സമൂഹവും കുടുംബവും ഒക്കെ അവഗണിച്ച ആളുകളെയൊക്കെയായിരുന്നു അവർ ശുശ്രൂഷിച്ചത്. അങ്ങനെ അവർക്ക് ആശ്രമങ്ങളുണ്ടായി. ഈ ആശ്രമങ്ങളിൽ ഈ ശുശ്രൂഷ അവർ നടത്തി വരികയായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർക്ക് സഭയിൽ നിന്ന് പയസ് യൂണിയൻ എന്ന പദവി ലഭിക്കുകയുണ്ടായി. പയസ് യൂണിയൻ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായി ഒരു സമൂഹത്തിന് കൊടുക്കുന്നൊരു പദവിയാണ്. ഒരു കോൺഗ്രിഗേഷൻ്റെ ആരംഭം എന്ന നിലയിൽ കൊടുക്കുന്ന ഒരു പദവിക്കാണ് പയസ് യൂണിയൻ, ഭക്ത സമൂഹം എന്നാണ്. പക്ഷേ അത് പിന്നീട് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ മരിച്ചുപോയി. അങ്ങനെ ആകാശപ്പറവുകളുടെ പ്രേഷിതർ അവരുടെ ശുശ്രൂഷ തുടർന്നെങ്കിലും അവർക്ക് ഔദ്യോഗികമായിട്ടുള്ളൊരു അംഗീകാരമോ സഭയുടെ ഭാഗത്തു നിന്നൊരു സ്റ്റാറ്റസോ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവർ അഭിവന്യ പാമ്പ്ളാനി പിതാവിനെ സമീപിച്ച് ഞങ്ങളെ കൂടി സഭയുടെ ഔദ്യോഗിക അംഗങ്ങളാക്കണം എന്ന് എഴുതി ആവശ്യപ്പെട്ടു, രേഖാമൂലം. അങ്ങനെ പിതാവ് എന്നെ വിളിക്കുകയും അവരോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ആവശ്യപ്പെടുകയും ചെയ്തു. പുതിയൊരു ജീവിതക്രമവും അതുപോലെ തന്നെ കാനോനികമായിട്ടുള്ള ഒരു സ്റ്റാറ്റസും നൽകാൻ സ്ഥിരം സഭാ സിനഡ് തീരുമാനിച്ചു. സിനഡിൻ്റെ സ്ഥിര അംഗങ്ങൾ അങ്ങനെ അതിനുവേണ്ടി നിയമാവലികൾ എഴുതി അത് സിനഡ് അംഗീകരിച്ചു. സിറോ മലബാർ സഭ സിനഡ് അംഗീകരിച്ചു. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ അപ്പസ്തോലിക ജീവിത സമൂഹം എന്ന ആ ജീവിത സമൂഹം രൂപം കൊള്ളാൻ പോകുന്നത്. ഈ സഭയിൽ പുതിയതായിട്ട് രൂപം കൊള്ളുന്ന സഭയിൽ 12 ബ്രദേഴ്സുണ്ട്. അതുപോലെ തന്നെ 2 വൈദികരുണ്ട്. വൈദികരാകാൻ ഉള്ള 2 പേരുണ്ട്. പിന്നെ അൽമായ സഹോദരങ്ങളും ഇതിൻ്റെ ഔദ്യോഗിക അംഗങ്ങളാകുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പ്രവൃത്തികളോട്, ഈ പ്രേഷിത പ്രവർത്തനങ്ങളോട് താല്പര്യമുള്ള അൽമായ സഹോദരങ്ങളെ ഈ സഭയുടെ സഹപ്രേഷിതരായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ 15ഓളം പേർ ഈ ചെമ്പേരിയിൽ വെച്ച് നടക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് അവരും ഇതിൻ്റെ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് യാക്കോബ് ഓപ്പൻ. ഞാൻ ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹത്തിൻ്റെ ദിവ്യകാരുണ്യദാസനാണ്. ഞാൻ ഇവിടെ 26 വർഷമായി ഈ ആകാശപ്പറവയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഫാദർ ജോർജ് കുറ്റിക്കിലച്ചൻ്റെ കൂടെയുള്ള ഇപ്പോൾ കൂടിയതാണ്. അവിടെ ഞാൻ ചെന്നൈയിൽ ബിസിനസ്സൊക്കെ ആയിരുന്നു. അവിടെ ഇതിൻ്റെ ഒരു യൂണിറ്റ് സ്ഥാപിക്കുകയും അവിടുന്ന് വന്ന് ഈ കമ്മ്യൂണിറ്റിയിൽ ചേരുകയാണ് ചെയ്തത്. എൻ്റെ പേര് അഹ്റോനപ്പൻ. ഞാൻ വർഷങ്ങളായി ഫാദർ ജോർജ് കുറ്റിക്കിലച്ചൻ തുടങ്ങിയ ആകാശപ്പറവുകളുടെ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. അതിൽ നിന്നാണ് ഞാൻ സെമിനാരി പഠനത്തിനായി വിടുന്നത്. അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ ആകാശപ്പറവ ശുശ്രൂഷയിൽ വൈദികരുണ്ടാകണമെന്ന്. ആ ആഗ്രഹത്തിൽ തുടർന്നാണ് അങ്ങനെ പോകാനായിട്ട് വന്നത്. അങ്ങനെ എനിക്കിപ്പോൾ 54 വയസ്സ് ഉണ്ട്. അപ്പം ഈ പ്രായത്തിലൂടെ പഠിക്കാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണ്. എന്നാലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പഠിക്കുവാനും
അങ്ങനെ എല്ലാവരും ഈ ബ്രദേഴ്സിനോട് ചെറിയ പ്രായത്തിലുള്ളവരോടൊക്കെ ഇഴുകിച്ചേർന്ന് അങ്ങനെ പഠിക്കുവാനും കളിക്കുവാനും എല്ലാ കാര്യത്തിലും ദൈവം അനുഗ്രഹം നൽകി. എൻ്റെ പേര് ഇഗ്നേഷ്യസ് അപ്പൻ എന്നാണ്. ഞാൻ 2005 ദിവ്യകാരുണ്യ വർഷത്തിൽ ആകാശപ്പുറവുകളുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയും തുടർന്ന് നീണ്ട 7 വർഷം ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്നിരുന്നു. തുടർന്ന് അച്ഛൻ എന്നിൽ പൗരോഹിത്യ വിളി തിരിച്ചറിഞ്ഞ് വൈദിക പരിശീലനത്തിനായി എന്നെ അയക്കുകയും തുടർന്ന് വൈദിക പഠനം പൂർത്തീകരിച്ച് കോട്ടയത്തുള്ള പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്ന് കാനൻ ലോ പഠനം ഞാൻ 2005 പൂർത്തീകരിച്ചു. ഇനി തലശ്ശേരി അതിരൂപതയിൽ സ്ഥാപിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രേക്ഷിത സമൂഹത്തിൽ പ്രഥമ സമർപ്പണ വാഗ്ദാനം നടത്തുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഒത്തിരി പ്രാർത്ഥനാപൂർവം ഞാൻ അത് സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലും ഇന്ത്യയിലുടനീളവുമായിട്ട് ഏതാണ്ട് 20ഓളം ആശ്രമങ്ങൾ ഞങ്ങൾക്കുണ്ട്. അവിടെയെല്ലാം ഈ പാവപ്പെട്ടവരെയും രോഗികളെയും തെരുവിലലയുന്നവരെയും മാനസിക വ്യഥ അനുഭവിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് ഓരോ ഭവനത്തിൽ. അത് തുടരും. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അതിനെ വ്യാപിപ്പിക്കും. പിന്നെ ഈ സൊസൈറ്റിയുടെ ഈ അപ്പസ്തോലിക സമൂഹത്തിൻ്റെ പുതിയ നിയമാവലി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളും നമ്മൾ തുടർന്ന് ചെയ്യുന്നതാണ്. ഞങ്ങൾ എന്തൊക്കെ ഇല്ലാതെ ജീവിക്കാം എന്ന് പരിശ്രമിക്കുന്ന ഭാഗമാണ്. ഞങ്ങൾ വരുമ്പോൾ സ്വർണ്ണമണിഞ്ഞും ചെരുപ്പും ഉപയോഗിച്ചും ഒക്കെയാണ് ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഈ പാവപ്പെട്ടവരുടെ കൂടെ കൂടിയപ്പോൾ എന്തൊക്കെ ഇല്ലാതെ അവരോടൊപ്പം അവരിൽ ഒരുവനായി മാറാൻ, ഒരു ആകാശപ്പുറമുള്ള ശുശ്രൂഷകനായി മാറാൻ ചെരുപ്പുകൾ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉപേക്ഷിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു, വാച്ച് ഉപേക്ഷിക്കുന്നു. എന്നിട്ട് വെറും സിമ്പിൾ ഡ്രസ്സ് ഇട്ട് 2 ജോഡി ഉപയോഗിച്ചുകൊണ്ട് അത് പരമാവധി കീറിയാൽ കണ്ടം പോലും വച്ചുകൊണ്ട് നിങ്ങളത് ഉപയോഗിച്ചിട്ടാണ് ഈ മക്കളിൽ ഒരുവരായി മാറാൻ നിങ്ങൾ പരമാവധി പരിശ്രമിക്കുന്നത്. ധാരാളം പേർക്ക് തുടർന്ന് ഭാവിയിൽ ഇതിൽ സന്യാസ ഈ സമൂഹത്തിൽ അംഗമായി ചേർന്ന് വൈദിക ജീവിതത്തിലേക്കും ഒക്കെ ആത്മായ പ്രേക്ഷിതരായിട്ടെല്ലാം കടന്നു വരാനുള്ള ദൈവാനുഗ്രഹം ഇതിലൂടെ എല്ലാം ലഭിക്കുമെന്നുള്ള വലിയ വിശ്വാസമാണ് ദൈവം നൽകിയിരിക്കുന്ന ഈ മഹത്തായ ഈ നിമിഷത്തിൽ എനിക്ക് ഓർമ്മിക്കാനുള്ളതും ദൈവത്തിന് നന്ദി പറയാനുള്ളതും. ആകാശപ്പറവുകൾ എന്ന പേരുണ്ടാകും, പക്ഷേ പുതിയതായിട്ട് രൂപീകരിക്കുന്ന ഈ സമൂഹത്തിന് പേര് മാറും. അവരുടെ പേര് മിഷണറി സൊസൈറ്റി ഫോർ ദ മാർജിനലൈസ്ഡ് എന്നാണ്. ഇതിനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു പേരാണ് മാർജിനലൈസ്ഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേര് അങ്ങനെ മാറിയതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഈ 2 പേരും നിലനിർത്തുക തന്നെ ചെയ്യും.